பல திருமணங்கள் தடைப்படுறதுக்கு முக்கியமான காரணம் நிறைய பேர் சொல்கிறது இந்த ராகு கேது தோஷம். அதை வந்து சிம்பிளாக சரி பண்ணுறது எப்படி? രാഹു കേതു ദോഷത്തിനാല കല്യാണം തട വരാതെ, കല്യാണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, കല്യാണം വന്നിട്ട് തടപ്പെടുന്നതോ അല്ലെങ്കിൽ കല്യാണം നടക്കാമിരിക്കുന്നത്. ഇപ്പോൾ ലഗ്നത്തിൻ്റെ 7ാം ഭാവത്തിൽ ശനി വരിക, 7ാം ഭാവാധിപൻ ശനിയായിട്ട് വരിക, ആ ശനിക്ക് ചൊവ്വട പാർവ അല്ലെങ്കിൽ ചൊവ്വട യോഗം ഇരുന്നാൽ ആ ജാതകക്കാരന് കല്യാണം ലൈറ്റ് മാരേജ് ചൊല്ലിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജാതകക്കാരൻ കല്യാണത്തേക്ക് പൊണ്ണ് പാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊണ്ണ് മാപ്പിള പാക്കുമ്പോൾ അതിൽ ശുക്രബുദ്ധി എപ്പോൾ വരുത്, അതിൽ ചന്ദ്രനോടെ ബുദ്ധി എപ്പോൾ വരുത്, അതിൽ ലഗ്നാധിപനായ ലഗ്നത്തിൻ്റെ 7ാം ഭാവാധിപനായ ഗ്രഹം ബുദ്ധി എപ്പോൾ വരുത്, അത് നമ്മൾ பார்த்துட்டு ചെയ്താൽ പോതും. ഇപ്പോൾ ചന്ദ്രബുദ്ധി വരുത്, ചന്ദ്രബുദ്ധി കല്യാണ യോഗം. ഇപ്പോൾ ഒരു കന്നി രാശിക്കാരൻ മിഥുന രാശിക്കാരനാണെങ്കിൽ ആ ചന്ദ്രബുദ്ധിയിൽ കല്യാണം ആകാതെ. அதே மாதிரி இப்போ சுக்கர புத்தி தான் நடக்குது, அந்த சுக்கரன் வந்துட்டு சூரியனோட வீட்டில் தான் நிற்குதுன்னு நினச்சா கல்யாணம் நடக்காது. அது நம்ம சொல்லி புரிய வைக்க அவ்வளோதான். അതായത് രാഹു കേതു இருக்குது, രാഹു കേതു ദോഷം, ചൊവ്വാ ദോഷം അല്ലെങ്കിൽ ലഗ്നത്തിൽ പാപഗ്രഹം, ഇതൊന്നും ദോഷം ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതേ രാഹു കേതു ദോഷമുള്ള ജാതകത്തെ ചേർത്തി വയ്ക്കുക ചെയ്യുക. പാപസാമ്യം നോക്കുന്നത് അതുതാണ്. അല്ലാതെ ആ ദോഷം ഇരിക്കുന്നതിനാല കല്യാണം നടക്കാതെ എന്നുള്ളതില്ല. 100% കല്യാണം നടക്കുന്നത് ഇതാണ്. ആ ദശാകാലങ്ങളിൽ ശുക്രബുദ്ധി എന്നുള്ളത് കല്യാണം നടക്കുന്ന സമയത്ത് നടക്കും.